പുരാണത്തിലെ പല പ്രണയകഥകളും കേട്ടിട്ടുണ്ടാവുമെങ്കിലും അസുരഗുരുവിന്റെ പുത്രി ദേവഗുരുവിന്റെ പുത്രനെ പ്രണയിച്ച കഥ അറിയാമോ? അസുരഗുരുവായ ശുക്രാചാര്യൻ തന്റെ തപസ്സും സാധനയും കൊണ്ട് മരിച്ചുപോയവരെ പിന്നെയും ജീവിപ്പിക്കാൻ കഴിയുന്ന മൃതസഞ്ജീവനി മന്ത്രം നേടിയെടുത്തു. പിന്നീട് ദേവാസുര യുദ്ധം ഉണ്ടായപ്പോൾ ദേവന്മാരാൽ വധിക്കപ്പെട്ട അസുരന്മാരെ എല്ലാം തന്നെ ശുക്രാചാര്യൻ ജീവിപ്പിച്ചെടുത്ത് പിന്നെയും യുദ്ധത്തിനയക്കാൻ തുടങ്ങി. എന്നാൽ ദേവഗുരുവായ ബൃഹസ്പതിക്ക് മൃതസഞ്ജീവനി മന്ത്രം അറിയാത്തതിനാൽ ദേവന്മാർ ബുദ്ധിമുട്ടുവാൻ തുടങ്ങി. അസുരഗുരുവിൽ നിന്നും എങ്ങനെയെങ്കിലും മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചു വരുവാൻ ദേവന്മാർ ബൃഹസ്പതിയുടെ പുത്രനായ കജനെ നിയോഗിച്ചു. കജൻ ശുക്രാചാര്യനെ ചെന്ന് കണ്ട് താൻ ബൃഹസ്പതിയുടെ പുത്രനാണെന്നും തന്നെ അങ്ങയുടെ ശിഷ്യനായി സ്വീകരിച്ച് വിദ്യകൾ അഭ്യസിപ്പിച്ചു തരണമെന്നും പറഞ്ഞു. ആചാര്യനാണെങ്കിൽ കജൻ തന്റെ ശത്രുപക്ഷത്തുള്ളവനാണെന്ന് അറിഞ്ഞിട്ടും അദ്ദേഹത്തെ തന്റെ ശിഷ്യനായി സ്വീകരിച്ചു. അതീവ ഗുരുഭക്തിയോടെ ആചാര്യനെ ശുശ്രൂഷിക്കുന്നതിനോടൊപ്പം തന്നെ കജൻ ദേവയാനിയെയും തന്നിലേക്ക് ആകർഷിച്ചു. എന്നാൽ കാലം കഴിഞ്ഞപ്പോൾ അസുരന്മാർക്ക് കജനിൽ സംശയം തോന്നി തുടങ്ങുകയും അവനോട് ആചാര്യനുള്ള സ്നേഹത്തിൽ അസ്വസ്ഥരാകുകയും ചെയ്തു. ഒരു നാൾ പശുക്കളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പോയ കജനെ അവർ ആക്രമിക്കുകയും വെട്ടുനുറുക്കി ചെന്നായകൾക്ക് ഇട്ടുകൊടുക്കുകയും ചെയ്തു. സന്ധ്യയായിട്ടും കജനെ കാണാതിരുന്ന ദേവയാനിക്ക് പരിഭ്രമമാവുകയും അവൾ അച്ഛനോട് ചെന്ന് തന്റെ വിഷമം പറയുകയും ചെയ്തു. തന്റെ പുത്രിയുടെ വിഷമം കണ്ട് ദുഃഖിതനായ ആചാര്യൻ മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി കജന്റെ പേര് വിളിച്ചു. ഉടനെ തന്നെ കാട്ടിൽ നിന്നും കജന്റെ ശരീരഭാഗങ്ങളെല്ലാം കൂടിച്ചേരുകയും അതിന് ജീവൻ വെച്ച് കജൻ ഓടി വരികയും ചെയ്തു. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ ഗുരുവിനോട് വിവരിച്ചു. അവനോട് ജാഗ്രതയോടെ ഇരിക്കുവാൻ ഗുരുവും ഉപദേശിച്ചു. എന്നാൽ അസുരന്മാർ അടങ്ങിയില്ല. അവർ പിന്നെയും കജനെ കൊന്നു. പക്ഷേ ആചാര്യൻ പിന്നെയും ജീവിപ്പിച്ചെടുത്തു. എന്നാൽ മൂന്നാം തവണ അവർ കജനെ കൊന്ന് ശരീരം ഭസ്മമാക്കി അത് മദ്യത്തിൽ കലക്കി ആചാര്യന് തന്നെ കുടിക്കാൻ കൊടുത്തു. കാര്യങ്ങളൊന്നും അറിയാതെ ശുക്രാചാര്യൻ അത് കുടിച്ചു. വീണ്ടും പുത്രിയുടെ ദുഃഖത്തിൽ മനസ്സറിഞ്ഞ ആചാര്യൻ മന്ത്രം ചൊല്ലി കജനെ വിളിച്ചു. എന്നാൽ കജൻ ആചാര്യന്റെ ഉദരത്തിനകത്തു നിന്നുമാണ് വിളി കേട്ടത്. നടന്ന സംഭവങ്ങളെല്ലാം തന്നെ അറിഞ്ഞ ആചാര്യനും വിഷമത്തിലായി. അദ്ദേഹം മകളോട് പറഞ്ഞു, എന്റെ ഉദരം പിളർക്കാതെ കജനെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കയില്ല. അപ്പോൾ ഞാൻ മരിക്കും. നിനക്ക് ആരെയാണ് വേണ്ടത്, എന്നെയോ കജനെയോ? അതിനുള്ള ഒരു ഉപായം ദേവയാനി തന്നെ പറഞ്ഞു കൊടുത്തു. അച്ഛൻ സഞ്ജീവനി മന്ത്രം ഇപ്പോൾ തന്നെ കജന് പഠിപ്പിച്ചു കൊടുക്കുക. അപ്പോൾ ഉദരം പിളർന്ന് പുറത്തു വരുന്ന കജന് അച്ഛനെയും ജീവിപ്പിക്കാൻ പറ്റുമല്ലോ. വേറെ വഴിയില്ലാതെ ആചാര്യൻ അപ്രകാരം ചെയ്തു. അങ്ങനെ കജൻ ജീവൻ കിട്ടി പുറത്തു വരികയും ഉടനെ തന്നെ മന്ത്രത്തിനാൽ ആചാര്യനെ ജീവിപ്പിച്ചെടുക്കുകയും ചെയ്തു. പിന്നെയും കാലം കഴിഞ്ഞു. ഒരു നാൾ കജൻ ഗുരുകുലവാസം അവസാനിപ്പിച്ച് തന്റെ ഭവനത്തിലേക്ക് തിരിച്ചു പോകുവാൻ ഒരുങ്ങി. എന്നാൽ ഇതറിഞ്ഞ ദേവയാനി കജനെ തടഞ്ഞു. തന്നെ വിവാഹം കഴിക്കണമെന്നും തന്നെയും കൂടെ ഭവനത്തിലേക്ക് കൊണ്ടുപോകണമെന്നും പറഞ്ഞു. എന്നാൽ കജൻ അതിനൊരുക്കമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ഭവതി എന്റെ ഗുരുപുത്രിയാണ്. മാത്രമല്ല എന്റെ ജീവൻ തിരിച്ചു തന്നതോടെ ശുക്രാചാര്യൻ തനിക്ക് പിതാവായി മാറിയിരിക്കുകയാണ്. അപ്പോൾ നീ എനിക്ക് സഹോദരിയാണ്. നിന്നെ ഞാൻ വിവാഹം കഴിക്കുന്നതല്ല. ഈ മറുപടി കേട്ട് കുപിതയായ ദേവയാനി കജനെ ശപിച്ചു. എന്നെ ഉപേക്ഷിച്ച് നിനക്ക് ഈ വിദ്യ ഒരിക്കലും ഉപയോഗപ്പെടാതെയാവട്ടെ. അത് കേട്ട കജൻ പറഞ്ഞു, എന്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ലാത്തതിനാൽ നിന്റെ ശാപം എന്നിൽ ബലിക്കുന്നതല്ല. മാത്രമല്ല ഞാൻ നിന്നെ തിരിച്ചും ശപിക്കുകയാണ്. എന്നെ അകാരണമായി ശപിച്ച നിന്നെ ഇനി ഒരു മുനിപുത്രനോ ബ്രാഹ്മണനോ വിവാഹം കഴിക്കാതെയാവട്ടെ. ഈ ശാപത്തിന്റെ ഫലമായിട്ടാണ് പിന്നീട് ദേവയാനിയെ ക്ഷത്രിയനായ യയാതി വിവാഹം കഴിക്കാനിടയായത്. ഇതുപോലെയുള്ള കഥകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മഹാഭാരതത്തിലെ മുഴുവൻ കഥകളും നിങ്ങൾക്കായി ഈ ചാനലിൽ എത്തുന്നതാണ്.